ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്ഷയം. 10ാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട്. ഈ ഒരു ചാപ്റ്ററിലാണ് ബാക്ടീരിയ, വൈറസ് രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബാക്ടീരിയ രോഗമാണ് ക്ഷയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്ഷയത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്ഷയം, എലിപ്പനിയാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ SC ആയിട്ട് പറയുന്നത്. 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SC ആയിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്. ഇതിൽ ബാക്ടീരിയ രോഗം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലത് കോശസ്ഥലത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശത്തെ നശിപ്പിക്കുന്നു. അതാണ് ബാക്ടീരിയയുടെ പ്രത്യേകത. ഇതിൽ നമുക്ക് 2 ബാക്ടീരിയ രോഗങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, ക്ഷയവും എലിപ്പനിയും. ക്ഷയത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗകാരി ഇതാണ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് അല്ലേ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പകർച്ചാരീതി, രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കളടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെ. ബാധിക്കുന്ന ഭാഗം പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെയും ഇത് ബാധിക്കാം. ഇനി ലക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, ക്ഷീണം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം. ഇനി പ്രതിരോധ ചികിത്സയിൽ പറയുന്നത് എന്താണ്? BCG വാക്സിനേഷൻ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സ, അതായത് ഡോട്ട്സ്. ഇവിടെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡോട്ട്സ് എന്ന് പറയുന്നതാണ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഡോട്ട്സ് ആണെന്നുണ്ടെങ്കിലും BCG വാക്സിനേഷൻ ആണെന്നുണ്ടെങ്കിലും ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ടീരിയ രോഗം, ക്ഷയം ചോദിച്ച കാരണം നമുക്ക് ഇപ്പുറത്തെ എലിപ്പനിയും കൂടെ നോക്കി പോകാം. എലിപ്പനി രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. പകർച്ചരീതി എലി മൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്ഥലത്തിലൂടെയാണ്. ഇനി ബാധിക്കുന്ന ഭാഗം വൃക്കകൾ, കരൾ, ശ്വാസകോശങ്ങൾ. ലക്ഷണം പെട്ടെന്നുണ്ടാകുന്ന പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഛർദി. പ്രതിരോധം ചികിത്സ, പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ